أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അഹ്സാബ് യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വിവരിക്കാം. അദ്ദേഹം പറയുന്നു, മദീനയിലെ കുറെ ഭാഗങ്ങൾ കിടങ്ങുള്ളതുകൊണ്ട് സുരക്ഷിതമായിരുന്നു. മറുവശത്ത് കുന്നിൻ മലകളും ചില ഉറച്ച കെട്ടിടങ്ങളും തോട്ടങ്ങളും ഉണ്ടായിരുന്നു. അതിനാൽ ഏതെങ്കിലും സൈന്യത്തിന് പെട്ടെന്ന് അവിടെ ഒരാക്രമണം നടത്താൻ കഴിയുമായിരുന്നില്ല. കാഫിര്യങ്ങൾ കൂടിയാലോചനയ്ക്ക് ശേഷം എടുത്ത തീരുമാനം എന്തെന്നാൽ, മദീനയിൽ ബാക്കിയായിട്ടുള്ള യഹൂദികളുടെ മൂന്നാമത്തെ ഗോത്രമായ ബനു ഖുറൈസയെ എങ്ങനെയെങ്കിലും തങ്ങളുടെ കൂടെ ചേർക്കണമെന്നും അത് മുഖേന മദീനയ്ക്കുള്ള വഴി എളുപ്പമാകും എന്നുമായിരുന്നു. നാടുകടത്തപ്പെട്ട ബനു നസീറിന്റെ നേതാവായ ഹുയി ബിൻ അഖ്തബിനെ അയാളുടെ പദ്ധതി അനുസരിച്ചായിരുന്നു എല്ലാ അറബികളെയും ഒരുമിച്ചു കൂട്ടി മദീനയ്ക്ക് മേൽ ആക്രമണം നടത്താൻ തയ്യാറാക്കിയത്. അയാളെ കാഫിര്യങ്ങളുടെ സൈന്യാധിപനായ അബൂ സുഫിയാൻ കൂടിയാലോചിച്ചതിന് ശേഷം ബനു ഖുറൈസിയെ തങ്ങളുമായി ചേർക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയുണ്ടായി. ഹുയി ബിൻ അഖ്തബ് യഹൂദികളുടെ കോട്ടകൾ ലക്ഷ്യമാക്കി പോയി. അയാൾ ബനു ഖുറൈസയുടെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച ആഗ്രഹിച്ചു. ആദ്യം അവർ അതിന് വിസമ്മതിച്ചുവെങ്കിലും അയാൾ ഇപ്പോൾ മുഴുവൻ അറബികളും മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണെന്നും ഈ നാടിന് മുഴുവൻ അറബികളെയും ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ലെന്നും ഈ സമയത്ത് മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കുന്ന സൈന്യം വെറും സൈന്യമല്ലെന്നും മറിച്ച് അലയടിച്ചു വരുന്ന സമുദ്രമാണെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഈ വർത്തമാനങ്ങൾ ബനു ഖുറൈസയെ അവസാനം വഞ്ചനയ്ക്കും കരാർ ലംഘനത്തിനും പ്രേരിപ്പിച്ചു. അങ്ങനെ കാഫിര്യങ്ങളുടെ സൈന്യം മുൻഭാഗത്തുകൂടി കിടങ്ങ് മറികടക്കാൻ ശ്രമിക്കുമെന്നും കിടങ്ങ് മറികടക്കുന്നതിൽ അവർ വിജയിച്ചാൽ മദീനയുടെ മറുഭാഗത്ത്, അതായത് അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ബനു ഖുറൈസയുടെ ഉറപ്പിന്മേൽ വിശ്വസിച്ചുകൊണ്ട് പ്രത്യേക സംരക്ഷണമൊന്നുമില്ലാതെ വിട്ടിട്ടുള്ള പ്രദേശത്ത് ബനു ഖുറൈസ ആക്രമണം നടത്താമെന്നും തീരുമാനമായി. അങ്ങനെ മുസ്ലിങ്ങൾക്ക് എതിർക്കാനുള്ള ശക്തി പൂർണ്ണമായും ക്ഷയിക്കുമെന്നും ഒരൊറ്റ നിമിഷം കൊണ്ട് മുസ്ലിം പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുഴുവനും വധിക്കാൻ കഴിയുമെന്നും അവർ കരുതി. ഈ പദ്ധതിയിൽ കാഫിര്യങ്ങൾക്ക് അല്പമെങ്കിലും വിജയം ലഭിച്ചിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾക്ക് പിന്നെ സുരക്ഷിതമാകുന്നതിനുള്ള ഒരു സ്ഥലവും അവശേഷിക്കുമായിരുന്നില്ല. ബനു ഖുറൈസ മുസ്ലിങ്ങളുമായി സൗഹൃദത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തുറന്ന നിലയിൽ യുദ്ധത്തിന് തങ്ങളുടെ ഒപ്പം പങ്കെടുത്തില്ലെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് നിന്ന് ആരും മദീനയെ ആക്രമിക്കുകയില്ല എന്നായിരുന്നു മുസ്ലിങ്ങൾ കരുതിയത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുള്ള പ്രദേശത്തെ പ്രത്യേകിച്ച് ഒരു സംരക്ഷണവും കൂടാതെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ബനു ഖുറൈസയും കാഫിര്യങ്ങളും ഈ ഒരവസ്ഥ മനസ്സിലാക്കുക കൂടി ചെയ്തതിന് ശേഷമാണ് ബനു ഖുറൈസ കാഫിര്യങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ പോലും അവർ തുറന്ന നിലയിൽ കാഫിര്യങ്ങളെ സഹായിക്കുന്നതല്ലെന്നും തീരുമാനിച്ചത്. അങ്ങനെയല്ലെങ്കിൽ മുസ്ലിങ്ങൾ മദീനയുടെ ആ ഭാഗത്തും സംരക്ഷണത്തിന് എന്തെങ്കിലും
ഏർപ്പാടുകൾ ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ ബനു ഖുറൈസയുമായി ചേർന്നിട്ടുള്ള ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് മുസ്ലിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കാൻ അവർ വലിയ ജാഗ്രത പുലർത്തുകയുണ്ടായി. ഈ പദ്ധതി ഏറെ ഭയാനകമായിരുന്നു. കാഫ്രീങ്ങളുടെ സൈന്യം മുസ്ലിം സൈന്യത്തിന് നേരെ ശക്തമായ ആക്രമണം നടത്തുമ്പോൾ ബനു ഖുറൈസയുടെ ഭാഗത്ത് സംരക്ഷണത്തിന് അവരുടെ കോട്ടകളുണ്ടെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന മുസ്ലിങ്ങളെ അശ്രദ്ധയിൽ നിർത്തി ബനു ഖുറൈസ ശത്രുക്കളുമായി ചേർന്നത് തികച്ചും അവിചാരിതമായിരുന്നു. സംരക്ഷണം മാത്രമായിരുന്നില്ല ഈ പ്രശ്നത്തെ അസാധ്യമാക്കുന്നത്, മറിച്ച് ആക്രമിക്കപ്പെടാനുള്ള ആശങ്കയും വളരെയധികം വർദ്ധിക്കുന്നു. ഏതായിരുന്നാലും ഈ അവസരത്തിൽ മുസ്ലിങ്ങളുടെ ആശങ്ക സ്വാഭാവികമായിരുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള പരിശ്രമവും അനിവാര്യമായിരുന്നു. അതുകൊണ്ട് മദീനയുടെ സംരക്ഷണത്തിനു വേണ്ടി 500 പേരെ നിശ്ചയിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ഇതിന്റെ വിശദീകരണം നബി ചരിത്രകാരന്മാർ ഇപ്രകാരം നൽകുന്നു. ബനു ഖുറൈസ ഉടമ്പടി ലംഘിച്ചത് സംബന്ധിച്ച അറിവ് മുസ്ലിങ്ങൾക്ക് ലഭിച്ചപ്പോൾ അവരുടെ ഭയം വർദ്ധിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ച് ആശങ്കയായി. മുസ്ലിങ്ങളുടെ അവസ്ഥ അള്ളാഹു പറഞ്ഞതുപോലെ ആയിത്തീർന്നു. അതായത് അവർ നിങ്ങളുടെ മേൽഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും നിങ്ങളുടെ നേരെ വരികയും ദൃഷ്ടികൾ പതറുകയും ഹൃദയങ്ങൾ തെറിച്ച് കണ്ടനാളങ്ങളിൽ വരെ എത്തുകയും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പലതും വിചാരിക്കുകയും ചെയ്ത സന്ദർഭം. തിരുനബിയും മുസ്ലിങ്ങളും ശത്രുക്കൾക്ക് മുന്നിലായിരുന്നു. അവർക്ക് അവിടെ നിന്ന് മാറാൻ കഴിയുമായിരുന്നില്ല. അവർ വിവിധ സ്ഥലങ്ങളിൽ ഊഴമനുസരിച്ച് കിടങ്ങ് സംരക്ഷിക്കുകയായിരുന്നു. നബിചരിത്രകാരന്മാർ കിടങ്ങിന്റെ 8 ഭാഗങ്ങളിൽ കാവൽ നിന്ന് സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും മേൽനോട്ടക്കാരനായി ഹസ്രത്ത് സുബൈർ ബിൻ അവാബിനെ നിയോഗിച്ചിരുന്നു. ബനു ഖുറൈസ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഉപരോധം തീർക്കുന്നവരുടെ സംഘത്തിൽ ചേർന്ന് കഴിഞ്ഞിരുന്നു. അവർ ഏതു സമയത്തും മദീനയെ ആക്രമിക്കുമെന്നുള്ള വാർത്തകൾ വന്നു തുടങ്ങി. ഇതേക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് സൽമാ ബിൻ അസ്ലമയെ 200 പേരോടൊപ്പവും ഹദ്രത്ത് സെയ്ദ് ബിൻ ഹാരിസയെ 300 ആളുകൾക്കൊപ്പവും മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടി അയക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, രാത്രി സമയത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കാവൽ നിൽക്കണം. ഇടയ്ക്കിടെ തക്ബീർ, അതായത് അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യവും വിളിക്കണം. ഹസ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് ഇതിനെ വിശദീകരിച്ചു കൊണ്ട് എഴുതുന്നു, ആ സമയത്ത് മദീനയുടെ ചക്രവാളം ഭൗതിക സാമഗ്രികളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തികച്ചും അന്ധകാരമയമായിരുന്നു. നഗരത്തിന് നാലുപാടും ആയിരക്കണക്കിന് രക്തദാഹികളായ ശത്രുക്കൾ തമ്പടിച്ചിരുന്നു. അവർ ഏതു സമയത്തും മുസ്ലിങ്ങളെ ആക്രമിച്ച് നാമാവശേഷമാക്കാൻ തക്കം പാർത്ത് കഴിയുകയായിരുന്നു. പട്ടണത്തിനുള്ളിൽ മുസ്ലിങ്ങളുടെ ഒരു പാർശ്വത്തിൽ വഞ്ചകരായ ബനു ഖുറൈസയാണ് ഉണ്ടായിരുന്നത്. അവരുടെ 100 കണക്കിന് ആയുധധാരികളായ യുവാക്കൾ ഒരു ശക്തമായ സൈന്യത്തെക്കാളും ഒട്ടും കുറവായിരുന്നില്ല. അവർക്ക് ഏതു സമയത്തും അവസരം കിട്ടുമ്പോൾ പാർശ്വത്തിലിരുന്ന് തന്നെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ കഴിയുമായിരുന്നു. മുസ്ലിം സ്ത്രീകളും കുട്ടികളും പട്ടണത്തിനുള്ളിൽ ആയിരുന്നതുകൊണ്ട് ഏതു സമയത്തും അവരുടെ ഇരയാകുമായിരുന്നു. ഈ ഒരു അവസ്ഥ, അതായത് അതിന്റെ യാഥാർത്ഥ്യം, ഒരു ബുദ്ധിമാനായ ആളിൽ നിന്നും ഗോപ്യമായിരുന്നില്ല. നിസ്സഹായരായ മുസ്ലിങ്ങളിൽ കഠിനമായ അസ്വസ്ഥതയും പരിഭ്രാന്തിയും ഉണ്ടാക്കി. മുനാഫിക്കീങ്ങളായ ആളുകൾ മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, മുസ്ലിങ്ങൾക്ക് വിജയം ലഭിക്കുമെന്നുള്ള അള്ളാഹുവിന്റെയും റസൂലിന്റെയും വാഗ്ദാനങ്ങൾ അസത്യമായിരുന്നു എന്ന് ഉറക്കെ പറയാൻ തുടങ്ങി. അതായത് മുനാഫിക്കീങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി ഇങ്ങനെ പറയാൻ തുടങ്ങി, യാ റസൂലല്ലാ, പട്ടണത്തിൽ ഞങ്ങളുടെ വീടുകൾ തികച്ചും അരക്ഷിതാവസ്ഥയിലാണുള്ളത്. ഞങ്ങൾക്ക് വീടുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അവയെ സംരക്ഷിക്കാൻ അനുമതി തന്നാലും. അതിനുള്ള മറുപടിയായി അള്ളാഹുവിന്റെ ദിവ്യ വെളിപാട് ഇപ്രകാരം അവതരിച്ചു,
വമാഹിയ ബി ഔറത്തിൻ ഈ യുരീദൂന ഇല്ല ഫിറാറ. അവരുടെ വീടുകൾ അരക്ഷിതാവസ്ഥയിലാണെന്ന അവരുടെ ധാരണ അസ്ഥാനത്താകുന്നു. മറിച്ച് അവർ രണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിനുള്ള വഴി അന്വേഷിക്കുന്നവരാണ്. ഈ സമയം ആത്മാർത്ഥരായ മുസ്ലിങ്ങളുടെ ഈമാൻ വെളിപ്പെടുന്ന ഘട്ടം കൂടിയായിരുന്നു. തൽസംബന്ധമായി ഖുർആൻ പറയുന്നു, വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ ഖാലൂ ഹാസാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനുൻ വഈമാനൻ വതസ്ലീമ. സത്യവിശ്വാസികൾ സൈന്യങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് തന്നെയാണ് അള്ളാഹുവും അവന്റെ ദൂതനും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത്. അള്ളാഹുവും അവന്റെ ദൂതനും സത്യമാണ് പറഞ്ഞിരുന്നത്. അതവർക്ക് വിശ്വാസവും അനുസരണവും വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എങ്കിലും സന്ദർഭത്തിന്റെ സങ്കീർണതയും അവസ്ഥയും അവരിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയത്. അള്ളാഹു തൽസംബന്ധമായി പറയുന്നു, चुनांचे अल्लाह ताला फरमाता है, इस जाऊकुम मिन फौकिकुम व मिन अस्फला मिनकुम व इज़ागतिल अब्सारो व बलगतिल कुलूबुल हनाजिरा व तज़ुन्नूना बिल्लाहि ज़ुनूना व तज़ुन्नूना. അവർ നിങ്ങളുടെ മേൽഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും നിങ്ങളുടെ നേരെ വരികയും ദൃഷ്ടികൾ പതറുകയും ഹൃദയങ്ങൾ തെറിച്ച് കണ്ടനാളങ്ങളിൽ വരെ എത്തുകയും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പലതും വിചാരിക്കുകയും ചെയ്ത സന്ദർഭം. ആ സമയം തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഠിനമായ പരീക്ഷണത്തിന്റെ ഘട്ടമായിരുന്നു. മുസ്ലിങ്ങളിൽ അത് വലിയ ഭൂകമ്പമാണ് ഉണ്ടാക്കിയത്. അത്തരം ഭയാനകമായ ഘട്ടത്തിലും മുസ്ലിങ്ങളുടെ ചെറിയ സംഘം, അതിൽ ആരോഗ്യമില്ലാത്ത ആളുകളും മുനാഫിക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എങ്ങനെയാണ് പൊരുതാൻ കഴിയുക? അവർക്ക് ദുർബല ഘട്ടത്തിൽ ശരിയായി കാവലിനുള്ള സംവിധാനം ചെയ്യാനുള്ള ആളുകൾ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാപ്പകലുള്ള കഠിനമായ ഡ്യൂട്ടി മുസ്ലിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് ബനൂ ഖുറൈസയുടെ വഞ്ചന കാരണം സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനു വേണ്ടി പട്ടണത്തിന് അകത്തുള്ള എല്ലാ ഇടനാഴികളിലും കാവൽ ശക്തമാക്കേണ്ടതും അനിവാര്യമായിരുന്നു. കാഫ്രീങ്ങളുടെ പട്ടാളക്കാർ മുസ്ലിങ്ങളെ എല്ലാ നിലയ്ക്കും അസ്വസ്ഥരാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ അവർ ഏതെങ്കിലും ദുർബലമായ സ്ഥലത്ത് ആക്രമണം നടത്താനുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുമിച്ച് കൂടുമായിരുന്നു. അവിടെ സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടാൻ നിർബന്ധിതരാവുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള സമയത്ത് അവർ പെട്ടെന്ന് ഗതി മാറ്റുകയും മറ്റേതെങ്കിലും സ്ഥലത്ത് ആക്രമണം നടത്തുന്നതിന് വേണ്ടി ശക്തി ചെലുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ നിസ്സഹായരായ മുസ്ലിങ്ങൾ അവിടെ ഓടിയെത്താൻ നിർബന്ധിതരായിരുന്നു. ചിലപ്പോൾ അവർ ഒരേ സമയത്ത് 2-3 സ്ഥലങ്ങളിൽ ആക്രമണം നടത്താൻ എത്തിയിരുന്നു. അത് കാരണം മുസ്ലിങ്ങളുടെ സംഘശക്തി ചിന്നിച്ചിതറിപ്പോയിരുന്നു. പലപ്പോഴും അവസ്ഥകൾ വളരെ സങ്കീർണമായിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ദുർബലഘട്ടത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാഫ്രീങ്ങളുടെ സൈന്യം പട്ടണത്തിന്റെ അതിരുകൾ ഭേദിക്കുമെന്ന് വരെ തോന്നിയിരുന്നു. അവരുടെ ആക്രമണത്തെ മുസ്ലിങ്ങൾ പൊതുവിൽ അമ്പുകൾ മുഖേനയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. കല്ലുകളും അമ്പുകളും മുഖേനയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ചില സമയത്ത് കാഫ്രീങ്ങളുടെ പട്ടാള സംഘം മുസ്ലിങ്ങളെ അമ്പെയ്തുകൊണ്ട് പിന്നിലേക്കാക്കുകയും മറ്റൊരു സംഘം ആക്രമണം നടത്തിക്കൊണ്ട് കിടങ്ങിന്റെ ഏതെങ്കിലും ദുർബല ഭാഗത്തോടു കൂടി മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ യുദ്ധമുറ രാവിലെ മുതൽ വൈകുന്നേരം വരെ, പലപ്പോഴും രാത്രി വരെയും നീണ്ടു നിന്നിരുന്നു. ചരിത്രത്തിൽ പറയുന്നു, ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗത്ഫാനുമായി രഞ്ജിപ്പിലാകുന്നതിന് വേണ്ടി സഹാബാക്കളോട്, പ്രത്യേകിച്ച് അൻസാറുകളോട് ചോദിച്ചു. അതിന്റെ വിശദീകരണത്തിൽ ഹദ്രത്ത് മീസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ആ ദിവസങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസങ്ങളും അസ്വസ്ഥതകളും അപകടങ്ങളുമുള്ള ദിവസങ്ങളായിരുന്നു. ഉപരോധം നീളുന്നതിനനുസരിച്ച് മുസ്ലിങ്ങളുടെ പ്രതിരോധ ശക്തി തീർച്ചയായും കുറഞ്ഞു വന്നിരുന്നു. അവരുടെ ഹൃദയങ്ങൾ വിശ്വാസവും ആത്മാർത്ഥതയും കൊണ്ട് നിറഞ്ഞത് ആയിരുന്നുവെങ്കിൽ പോലും ശരീരം ഭൗതിക സാഹചര്യങ്ങളുടെ കീഴിലാണ് ഉണ്ടായിരുന്നത്. അത് ചഞ്ചലപ്പെട്ടുകൊണ്ടിരുന്നു. ഈ അവസ്ഥകൾ കണ്ടപ്പോൾ അൻസാറുകളുടെ നേതാക്കന്മാരായ സഅദ് ബിൻ മുആസിനെയും സഅദ് ബിൻ ഉബാദിനെയും വിളിച്ച് അവരോട് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ കൂടിയാലോചന നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം എന്ന നിലയിൽ ഇത്രയും കൂടി പറഞ്ഞു, ഇനി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഗത്ഫാൻ ഗോത്രത്തിന് മദീനയിലെ വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും നൽകി യുദ്ധം ഒഴിവാക്കാവുന്നതുമാണ്. സഅദ് ബിൻ മുആദും സഅദ് ബിൻ ഉബാദയും ഒരേ സ്വരത്തിൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് സംബന്ധിച്ച് വല്ല ദൈവിക വെളിപാടും അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ
ഞങ്ങളത് ശിരസാ വഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ തീർച്ചയായും സന്തോഷപൂർവ്വം ഈ അഭിപ്രായമനുസരിച്ച് നടപടികൾ സ്വീകരിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഇത് സംബന്ധിച്ച് ഒരു വെളിപാടും ഉണ്ടായിട്ടില്ല. ഇത് നിങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടപ്പോൾ ഒരു അഭിപ്രായം എന്ന നിലയ്ക്ക് ഞാൻ ചോദിച്ചതാണ്. മറുപടിയായി സഅദൈൻ, അതായത് സഅദ് ബിൻ മുആദും സഅദ് ബിൻ ഉബാദയും പറഞ്ഞു, എങ്കിൽ പിന്നെ ഞങ്ങളുടെ അഭിപ്രായം എന്തെന്നാൽ ഞങ്ങൾ ശിർക്കിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ശത്രുവിന് എന്തെങ്കിലും കൊടുത്തിട്ടില്ല. എന്നിരിക്കെ ഇപ്പോൾ മുസ്ലിങ്ങളായതിനു ശേഷം എന്തിനു നൽകണം? അള്ളാഹുവാണേ, ഞങ്ങൾ അവർക്ക് വാളിന്റെ മൂർച്ചയല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി യുദ്ധം നടക്കുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകൾ കാരണം വളരെയേറെ അസ്വസ്ഥനായിരുന്നു. അവരാണ് മദീനയിലെ യഥാർത്ഥ തദ്ദേശവാസികൾ. ഈ അഭിപ്രായം ആരായുന്നത് കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ഈ പ്രയാസഘട്ടത്തിൽ അവർ അസ്വസ്ഥരാണോ, അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് അറിയുകയായിരുന്നു. അഥവാ അവർ അസ്വസ്ഥരാണെങ്കിൽ അവർക്ക് സന്തോഷം നൽകേണ്ടതും അനിവാര്യമായിരുന്നു. ആയതിനാൽ സന്തോഷപൂർവ്വം സഹദുമാരുടെ ഈ അഭിപ്രായം, അതായത് യുദ്ധം നടത്തിക്കൊണ്ടു പോകാമെന്നുള്ള അഭിപ്രായം സ്വീകരിക്കുകയുണ്ടായി. നേരത്തെ പറഞ്ഞു വന്നതുപോലെ കിടങ്ങ് ഒരു ശക്തമായ പ്രതിരോധ മതിൽ പോലെ പ്രയോജനപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ അർത്ഥം മുസ്ലിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരായിരുന്നു എന്നല്ല. കാരണം മുനാഫിക്കീങ്ങളും യുദ്ധനിപുണരായ ബനൂ ഖുറൈദയും മദീനയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഉടമ്പടി അവസാനിപ്പിച്ചതിന് ശേഷം അവർ ഒരു അപകടകാരിയായ ശത്രുവിനെ പോലെ മുന്നിലുണ്ടായിരുന്നു. മറ്റൊന്ന്, കിടങ്ങുണ്ടായിരുന്നെങ്കിലും ചില സ്ഥലങ്ങളിൽ ശത്രുക്കളുടെ ആക്രമണത്തിനുള്ള ആശങ്കയും നിലനിന്നിരുന്നു. ഈ സങ്കീർണാത്മകമായ അവസ്ഥയെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങൾ ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ഈ കാവലിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഭാഗവാക്കായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും സഹാബാക്കളുടെ അണിയിൽ നിൽക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം രാപ്പകൽ ഭേദമന്യേ തുടർന്നുകൊണ്ടിരുന്നു. മദീനയിൽ അന്ന് ശക്തമായ തണുപ്പുള്ള കാലമായിരുന്നു. അതിനു പുറമെ വിശപ്പിന്റെ പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടങ്ങിലെ വിള്ളൽ വരെയും കാവൽ നിൽക്കാൻ പോയിരുന്നു. തണുപ്പ് പ്രയാസപ്പെടുത്തുമ്പോൾ എന്റെ അടുത്തേക്ക് വന്നിരുന്നു. ശരീരത്തിൽ അല്പം ചൂടായാൽ പിന്നെ വീണ്ടും കിടങ്ങിന്റെ വിള്ളലുകളുള്ള ഭാഗത്തേക്ക് പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരുന്നു, ആളുകൾ അതിലൂടെ വരുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അവർ പറയുകയാണ്, ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ വിശ്രമിക്കാൻ വന്നതായിരുന്നു. വളരെയധികം ക്ഷീണിതനുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ ഈ രാത്രി ഇവിടെ കാവലിന് വന്നെങ്കിൽ എത്ര നന്നായേനെ. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധങ്ങളുടെ ശബ്ദം കേട്ടു. അതിനിടയിലായിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണത്? ആഗതൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ സഅദ് ബിൻ അബീ വഖാസ് ആകുന്നു. അങ്ങയുടെ സംരക്ഷണത്തിന് കാവൽ നിൽക്കാൻ വന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സംരക്ഷണം മാറ്റിവെച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഇന്ന സ്ഥലത്തേക്ക് പോവുക. അവിടെ കിടങ്ങിന്റെ ഒരു ഭാഗം ദുർബലമാണ്. അവിടെ പോയി കാവൽ നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവത്യാഗ സന്നദ്ധരായ സഹാബാക്കൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരുന്ന സ്നേഹവും കൂറും അത്ഭുതാവഹമായിരുന്നു. എങ്ങനെയൊക്കെയാണ് അവർ തങ്ങളെ സമർപ്പിച്ചിരുന്നത്. മറുഭാഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കുമേൽ അവർക്കാണ് മുൻഗണന നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. തന്റെ ജീവനെക്കുറിച്ച് ആശങ്കയേതുമില്ലാതെ മദീനക്കാരെ സംബന്ധിച്ച വേവലാതി മാത്രമായിരുന്നു ആ ധൈര്യവാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അധിക സ്ഥലത്തും സ്വയം സന്നിഹിതനുമായിരുന്നു. ചില സമയത്ത് പ്രത്യക്ഷത്തിൽ തന്റെ കൂടാരത്തിലേക്ക് വിശ്രമത്തിന് വേണ്ടി വന്നിരുന്നുവെങ്കിലും ഭൂരിഭാഗം സമയവും ദൈവസവിധത്തിൽ കുനിഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ നിരതനാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹദ്റത്ത് ഉമ്മ സൽമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖന്തക്ക് യുദ്ധവേളയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരു രാത്രി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് തന്റെ കൂടാരത്തിനുള്ളിൽ അള്ളാഹു ഇച്ഛിക്കുന്ന സമയം വരെയും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അതായത് സാധ്യമാകുന്നത്രയും ദൈർഘ്യമായി നമസ്കരിച്ചു കൊണ്ടിരുന്നു. പിന്നെ കൂടാരത്തിന് പുറത്തേക്ക് പോയി കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കി വന്നു. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി കേട്ടു, മുശ്രിക്കീങ്ങളുടെ കുതിര സവാരിക്കാർ കിടങ്ങ് മറികടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്ന് ഉബാദ ബിൻ ബഷീറിനെ വിളിച്ചു. അദ്ദേഹം ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പിന്നെ ചോദിച്ചു, നിങ്ങളുടെ കൂടെ മറ്റു വല്ലവരുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ, എന്റെ കൂടെ ഏതാനും സുഹൃത്തുക്കളുമുണ്ട്. അങ്ങയുടെ കൂടാരത്തിന് ചുറ്റും കാവൽ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂട്ടി കിടങ്ങ് മുഴുവനും ഒന്ന് വലം വെച്ച് വരിക. ഈ മുശ്രിക്കീങ്ങളുടെ കുതിര സവാരിക്കാർ
കിടങ്ങിന് ചുറ്റും കറങ്ങുന്നുണ്ട്. നിങ്ങൾ അശ്രദ്ധയിലായിരിക്കുമ്പോൾ ആക്രമണം നടത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ സഹാബാക്കൾ പറഞ്ഞു, हमला करें। उन्होंने फरमाया कि अल्लाहुम्मा फदफा अन्ना शर्रहुम वंसुरना अलैहिम वगलिबहुम। അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് അവരുടെ ദ്രോഹം അകറ്റിയാലും അവർക്കെതിരെ ഞങ്ങളെ സഹായിക്കണമേ, അവരെ പരാജയപ്പെടുത്തണമേ. നിനക്കല്ലാതെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ഉബാദ് കൂട്ടുകാരോടൊപ്പം പോവുകയും ചെയ്തു. അപ്പോൾ അബൂ സുഫിയാൻ ബിൻ ഹർബ് തന്റെ കൂട്ടുകാരോടൊപ്പം കിടങ്ങിന്റെ ഇടുങ്ങിയ സ്ഥലത്ത് കറങ്ങുന്നുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ അയാളെ മനസ്സിലാക്കിയപ്പോൾ അയാൾക്ക് നേരെ കല്ലെറിയാനും അമ്പെയ്യാനും തുടങ്ങി. അപ്പോൾ അയാൾ തന്റെ സ്ഥലത്തേക്ക് തിരിച്ചുപോയി, അതായത് ശത്രു അവിടെ നിന്ന് തിരിച്ചുപോയി. ഹദ്റത്ത് ഉബാദ് വിവരിക്കുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ തിരിച്ചെത്തി. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരങ്ങൾ നൽകി. ഹദ്റത്ത് ഉമ്മ സൽമ പറയുന്നു, അള്ളാഹു ഉബാദ് ബിൻ ബഷറിന് മേൽ കരുണ ചൊരിയുമാറാകട്ടെ. അദ്ദേഹം മറ്റ് സഹാബാക്കളെ അപേക്ഷിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടാരത്തിനടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുകയുണ്ടായി. എപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാവലിൽ നിന്നിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യത്തിന്റെയും മുസ്ലിങ്ങളോടുണ്ടായിരുന്ന അനുകമ്പയുടെയും അവസ്ഥ ഇപ്രകാരമായിരുന്നു. തണുപ്പുള്ള രാത്രിയിൽ ഇടയ്ക്കിടെ എഴുന്നേറ്റ് അവിടെ പോയി അവർക്ക് കാവൽ നിന്നിരുന്നു. ഹദ്റത്ത് ആയിഷ വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ നിന്ന് ക്ഷീണിക്കുകയും തണുപ്പ് കാരണം ഏറെ അസ്വസ്ഥനാകുകയും ചെയ്യുമ്പോൾ തിരിച്ചു വന്ന് കുറെ നേരം കമ്പിളിക്കുള്ളിൽ കിടന്ന് ശരീരത്തെ ചൂടാക്കുമായിരുന്നു. പിന്നെ വീണ്ടും പ്രസ്തുത വിള്ളലുള്ള സ്ഥലത്ത് സംരക്ഷണത്തിന് വേണ്ടി പോയിരുന്നു. ഇങ്ങനെ കൂടെ കൂടെ ഉണരുന്നത് കൊണ്ട് ഒരു ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തികച്ചും തളർന്നുപോയി. രാത്രി സമയത്ത് പറഞ്ഞു, ഏതെങ്കിലും ആത്മാർത്ഥനായ ഒരു മുസ്ലിം വന്നിരുന്നുവെങ്കിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി എനിക്ക് കുറച്ചുറങ്ങാമായിരുന്നു. ഇത്രയുമായപ്പോഴേക്കും പുറത്ത് സഅദ് ബിൻ വഖാസിന്റെ ശബ്ദം കേട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണത്? എന്തിനാണ് വന്നിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അങ്ങേക്ക് കാവൽ നിൽക്കാൻ വന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് കാവലിന്റെ ആവശ്യമില്ല. കിടങ്ങിന്റെ ഇന്ന ഭാഗം പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുക. അങ്ങനെ സഅദ് അവിടെ കാവൽ നിൽക്കാൻ പോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയും ചെയ്തു. ഇവിടെ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. ഇതിന്റെ വിശദീകരണത്തിലാണ് ഉള്ളത്. മദീനയിൽ വന്നപ്പോൾ വളരെയേറെ അപകടകരമായ അവസ്ഥയായിരുന്നു. അന്നും കാവലിന് വേണ്ടി ഇദ്ദേഹം വന്നിരുന്നു. ഈ ദിവസങ്ങളിൽ ഒരു ദിവസം കുറച്ചാളുകളുടെ ആയുധങ്ങളുടെ ശബ്ദം കേൾക്കാനിടയായപ്പോൾ ആരാണെന്ന് ചോദിച്ചു. ആഗതൻ ഉബാദ ബിൻ ബഷീർ എന്ന് പറഞ്ഞു. ഹദ്റത്ത് മുസ്ലിം മൗദ് ഉബാദ ബിൻ ബഷീർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അൻവാറുൽ ഉലൂം 20-ാം വാള്യത്തിൽ ഉബാദ ബിൻ ബഷീർ എന്നാണ് വന്നിട്ടുള്ളത്. ഇത് എഴുത്തിൽ വന്ന അബദ്ധമാണ്. അൻവാറുൽ ഉലൂമിൽ ഈ വാചകത്തിന്റെ ഉദ്ധരണി സീറത്തുൽ ഹൽബിയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. സീറത്തുൽ ഹൽബിയിൽ ഉബാദ് ബിൻ ബഷർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു വിശദീകരണം നൽകാൻ കാരണമുണ്ട്. ചില ആളുകൾ പിന്നീട് അദ്ദേഹം ഇന്നതാണ് എഴുതിയിട്ടുള്ളത്, താങ്കൾ ഇന്നതാണ് പറഞ്ഞത്, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നെല്ലാം പറഞ്ഞ് എനിക്ക് എഴുതാറുണ്ട്. ആയതിനാൽ ശരിയായ പേര് ഉബാദ് ബിൻ ബഷർ എന്നാകുന്നു. ഒരുപക്ഷെ എഴുത്തുകാരനോ അതല്ലെങ്കിൽ ഹദ്റത്ത് മുസ്ലിം മൗദ് എഴുതിയപ്പോൾ വന്നോ തെറ്റോ ആയിരിക്കാം. ഏതായിരുന്നാലും പറയുന്നു, ഞാൻ ഉബാദ് ബിൻ ബഷർ എന്നുമാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്റെ കൂടെ മറ്റു വല്ലവരുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, സഹാബാക്കളുടെ ഒരു സംഘമുണ്ട്. അവർ താങ്കളുടെ കൂടാരത്തിന് കാവൽ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമയത്ത് മുശ്രിക്കീങ്ങൾ കിടങ്ങ് മറികടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ കൂടാരത്തിന്റെ കാര്യം ഒഴിവാക്കി അവിടെ പോയി അവരെ പ്രതിരോധിക്കുക. ഈ യുദ്ധത്തിനിടയിൽ ഹദ്റത്ത് സഫിയയുടെ ധീരതയെ സംബന്ധിച്ചുള്ള വിവരണവും കാണപ്പെടുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ എഴുതുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിമാരും പിതൃ സഹോദരി ഹദ്റത്ത് സഫിയ ബിൻ അബ്ദുൽ മുത്തലിബും മറ്റു സ്ത്രീകളും ഒരു കോട്ടയിലാണ് ഉണ്ടായിരുന്നത്. അത് ഫാരിഅ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിമാരും പിതൃ സഹോദരിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് അടുത്ത ബന്ധുമിത്രാദികളും
മറ്റ് സ്ത്രീകളും ഈ കോട്ടയിലാണ് ഉണ്ടായിരുന്നത്. ഹദരത്ത് ഹസ്സാൻ ബിൻ സാബിത്തായിരുന്നു അതിന്റെ മേൽനോട്ടക്കാരൻ. ബനു ഖുറൈസ ഉടമ്പടി ലംഘിക്കുന്നതായി വിളംബരപ്പെടുത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദികളും ഏതെങ്കിലും വിധത്തിലൊക്കെ മുസ്ലിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരി പറയുന്നു, ഒരിക്കൽ 10 യഹൂദികൾ തക്കം പാർത്തു വന്ന് എങ്ങനെയെങ്കിലും തങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ കയറുന്നതിന് വേണ്ടി അതിനു ചുറ്റും കറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു യഹൂദി കോട്ടയുടെ മതിലിനടുത്ത് വരെ എത്തി. ഞാനത് കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഹസ്സാനോട് പറഞ്ഞു, ഹസ്സാൻ, ആ യഹൂദിയെ നേരിടൂ. അദ്ദേഹം പറഞ്ഞു, അബ്ദുൽ മുത്തലിബിന്റെ മോളെ, എനിക്ക് അതിന് കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അല്ലെങ്കിൽ ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ പോകുമായിരുന്നു. അതിൽ സഫിയ പറയുന്നു, ഹസ്സാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു വിറക് കഷ്ണവും എടുത്ത് കോട്ടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി. അയാളുടെ തലയിൽ അതുകൊണ്ട് ശക്തമായി അടിച്ചു. അവിടെ കറങ്ങിക്കൊണ്ടിരുന്ന ആ യഹൂദിയുടെ തല പൊളിച്ചു. അയാൾ അവിടെ തന്നെ ജീവനറ്റ് വീഴുകയും ചെയ്തു. ഞാൻ തിരിച്ചു വന്ന് ഹസ്സാനോട് പറഞ്ഞു, താഴെ ഇറങ്ങി അയാളുടെ സാധന സാമഗ്രികൾ എടുക്കുക, അതായത് അയാളുടെ കയ്യിലുള്ളതെല്ലാം യുദ്ധമുതലായി നിങ്ങൾ എടുത്തുകൊള്ളുക. ഹസ്സാൻ പറഞ്ഞു, അബ്ദുൽ മുത്തലിബിന്റെ മോളെ, എനിക്ക് അയാളുടെ ഒരു വസ്തുവും ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, അയാളുടെ തല അറുത്ത് യഹൂദികൾക്കിടയിലേക്ക് എറിയുക, അവർ ഭയപ്പെടട്ടെ, പിന്നെ ഇങ്ങോട്ട് തിരിയാൻ അവർക്ക് ധൈര്യം വരരുത്. ഹദ്രത്ത് ഹസ്സാൻ പറഞ്ഞു, എനിക്കതിനും കഴിയില്ല. അപ്പോൾ ഹദ്രത്ത് സഫിയ ആ യഹൂദിയുടെ തലയെടുത്ത് അവരുടെ ഇടയിലേക്ക് എറിയുകയുണ്ടായി. അതായത് അവർ തന്നെ ഇറങ്ങിപ്പോയി അയാളുടെ തലയറുത്തെടുത്ത് മതിലിന് മുകളിലൂടെ യഹൂദികൾക്കിടയിലേക്ക് എറിഞ്ഞു കൊടുത്തു. അതേ തുടർന്ന് യഹൂദികൾ ഭയചകിതരായി. അവർ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ ഒറ്റയ്ക്ക് വിടില്ലെന്ന് നമുക്കറിയാമായിരുന്നു. ഇവിടെ അവർക്ക് സംരക്ഷകനുണ്ട്. ഏതായാലും അവർ ശത്രുക്കൾ അവിടെ നിന്ന് ഓടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞപ്പോൾ സമരാർജിത സ്വത്തിൽ പുരുഷന്മാരുടേതുപോലെ സഫിയയ്ക്കും ഭാഗം നിജപ്പെടുത്തുകയുണ്ടായി. സീറത്ത് ഖാത്തമുൻ നബീനിൽ ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെയും കുട്ടികളെയും പൊതുവിൽ പട്ടണത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് അതൊരു നിലയ്ക്ക് കോട്ട പോലെ തന്നെയായിരുന്നു ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. പക്ഷേ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ആവശ്യമായ അത്രയും മുസ്ലിങ്ങളെ മാറ്റി നിർത്താൻ കഴിയുമായിരുന്നില്ല. പ്രത്യേകിച്ചും രണാങ്കണത്തിൽ ശത്രുക്കളുടെ ആക്രമണം ശക്തമായ അവസരത്തിൽ മുസ്ലിം സ്ത്രീകളും കുട്ടികളും ഏറെക്കുറെ തികച്ചും സംരക്ഷണമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പുരുഷന്മാർ ഏതെങ്കിലും വിധത്തിൽ യുദ്ധത്തിന് പങ്കെടുക്കാൻ കഴിയില്ലാത്തവരായിരുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ യഹൂദികൾ തക്കം പാർത്തുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഒരുമിച്ച് കൂടിയിട്ടുള്ള പട്ടണത്തിന്റെ പ്രസ്തുത ഭാഗത്ത് ആക്രമണം നടത്താമെന്ന് തീരുമാനിച്ചു. ചാരപ്പണിക്ക് വേണ്ടി അവർ തങ്ങളുടെ ഒരാളെ താൽ പ്രദേശത്ത് നേരത്തെ അയക്കുകയുണ്ടായി. ആ സമയത്ത് യാദൃച്ഛികമെന്നേ പറയണ്ടു, സ്ത്രീകളുടെ അടുത്ത് ഹസ്സാൻ ബിൻ സ്ഥാപിത്ത് എന്ന ഒരു സഹാബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം മനോധൈര്യത്തിന്റെ കുറവ് കാരണം യുദ്ധമൈതാനത്ത് പോകുന്നതിന് കഴിവുള്ള ആളായിരുന്നില്ല. സ്ത്രീകൾ ആ യഹൂദി ശത്രുവിനെ സംശയാസ്പദമായ അവസ്ഥയിൽ തങ്ങളുടെ താമസ സ്ഥലത്തിനു ചുറ്റും കറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരിയായ സഫിയ ബിൻ അബ്ദുൽ മുത്തലിബ് ഹസ്സാനോട് പറഞ്ഞു, ഇയാൾ ഇവിടെ ചാരപ്പണിക്കും ദ്രോഹിക്കുന്നതിനും വേണ്ടി കറങ്ങി നടക്കുകയാണ്. അയാളെ വധിക്കുവിൻ, അല്ലെങ്കിൽ അയാൾ തിരിച്ചുപോയി ഫിത്രയ്ക്ക് കാരണമാകും. പക്ഷേ ഹസ്സാന് അതിന് ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ സഫിയ സ്വയം പുറത്തേക്ക് ഇറങ്ങി ആ യഹൂദിയെ നേരിട്ടു. അയാളെ അടിച്ച് കീഴ്പ്പെടുത്തി അയാളുടെ തല അറുത്തെടുത്ത് യഹൂദികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള സ്ഥലത്തേക്ക് എറിയാമെന്ന് തീരുമാനമായി. പിന്നെ ഒരിക്കലും യഹൂദികൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്താൻ ധൈര്യമുണ്ടാകരുത്. ഇവരുടെ തങ്ങളുടെ സംരക്ഷണത്തിന് ഒരുപാട് ആളുണ്ടെന്നവർ മനസ്സിലാക്കണം. അങ്ങനെ ഈ ഉപായം പ്രയോജനപ്പെട്ടു. ആ സന്ദർഭത്തിൽ യഹൂദികൾ ഭയപ്പെട്ട് തിരിച്ചു പോവുകയും ചെയ്തു. ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഇതേക്കുറിച്ച് എഴുതുന്നു, ബനു ഖുറൈസ ഏതെങ്കിലും നിലയ്ക്ക് മുസ്ലിങ്ങളിൽ അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലും അതിനുവേണ്ടി മദീനയ്ക്കകത്ത് കയറി സ്ത്രീകളെയും കുട്ടികളെയും വധിക്കണമെന്നുമുള്ള തക്കത്തിലുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബനു ഖുറൈസ ഒരു ചാരനെ സ്ത്രീകളും കുട്ടികളും ഒറ്റയ്ക്കാണോ അതല്ല ഒരുപാട് കാവൽക്കാരുടെ സംരക്ഷണത്തിലാണോ കഴിയുന്നത് എന്നറിയാൻ പറഞ്ഞയച്ചു. ശത്രുക്കളിൽ നിന്ന് കൂടുതൽ അപകടമുണ്ടാകുമെന്ന് കരുതിയ കുടുംബങ്ങളിലെ ആളുകളെ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു.
അവിടെ स्टोव में था। അതിനടുത്ത് ചാരനെത്തുകയും നാലു ഭാഗത്തും നോക്കാനും തുടങ്ങി. മുസ്ലിങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് അയാൾ നോക്കാൻ തുടങ്ങി. അയാൾ തക്കം നോക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരി ഹദ്റത്ത് സഫിയ അത് കാണുന്നുണ്ടായിരുന്നു. യാദൃച്ഛികമായ ആ സമയത്ത് ഒരു മുസ്ലിം പുരുഷൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹമാകട്ടെ രോഗിയുമായിരുന്നു. ഹദ്റത്ത് സഫിയ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ കുറെ നേരമായി സ്ത്രീകളുടെ പ്രദേശത്ത് കറങ്ങുന്നുണ്ട്, പോകാൻ തയ്യാറാകുന്നില്ല, നാലുപാടും നോക്കി നടക്കുന്നു. തീർച്ചയായും നിങ്ങൾ അയാളെ നേരിടുക. അങ്ങനെ അല്ലെങ്കിൽ ശത്രു എല്ലാ വിവരങ്ങളും മനസ്സിലാക്കി ഇവിടെ ആക്രമണം നടത്തുന്നതാണ്. രോഗിയായ സഹാബി അതിന് തയ്യാറായില്ല. അപ്പോൾ ഹദ്റത്ത് സഫിയ ഒരു വലിയ ദണ്ഡുമെടുത്ത് അയാളെ നേരിട്ടു. മറ്റ് സ്ത്രീകളുടെ സഹായത്തോടു കൂടി അയാളെ വധിക്കുന്നതിൽ വിജയിച്ചു. അവസാനം അന്വേഷിച്ചു നോക്കിയപ്പോൾ അയാൾ യഹൂദിയാണെന്ന് മനസ്സിലായി. ബനു ഖുറൈദയുടെ ചാരനുമായിരുന്നു. ആ സമയത്ത് മുസ്ലിങ്ങൾ കുറെ കൂടി ഭയപ്പെട്ടു. മദീനയുടെ പ്രസ്തുത ഭാഗവും സുരക്ഷിതമല്ല എന്ന് അവർ മനസ്സിലാക്കി. പക്ഷേ മുൻഭാഗത്ത് നിന്ന് ശത്രുക്കളുടെ ശക്തമായ മുന്നേറ്റമായിരുന്നു. അതുകൊണ്ട് ഈ ഭാഗത്ത് സംരക്ഷണത്തിനൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ സംരക്ഷണത്തിന് മുൻഗണന കൊടുത്തു. 1200 സൈനികരിൽ നിന്ന് 500 പേരെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പട്ടണത്തിന്റെ പ്രസ്തുത ഭാഗത്ത് നിയോഗിച്ചു. കിടങ്ങിന്റെ സംരക്ഷണത്തിനും 18-20 ആയിരം വരുന്ന സൈന്യത്തെ നേരിടുന്നതിനും കേവലം 700 സൈനികർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹദ്റത്ത് അലി അമ്രബിന് അബ്ദൂദ് ആമിരിയെ വധിച്ചത് സംബന്ധിച്ചുള്ള വിവരണവും ലഭ്യമാണ്. ഇതിന്റെ വിശദീകരണം ഇപ്രകാരമാകുന്നു: കാഫ്രീങ്ങളുടെ സൈന്യം മദീനയെ വളഞ്ഞിരിക്കുകയാണ്. അവരുടെ മൂപ്പന്മാർ ഒന്നിച്ചാക്രമിക്കാമെന്ന പൊതുധാരണയിലെത്തി. അവർ കിടങ്ങിൽ ഇടുങ്ങിയ വല്ല വഴിയിലൂടെയും തങ്ങളുടെ കുതിരസവാരിയുമായി വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും അടുത്തെത്താമെന്ന് അന്വേഷണത്തിൽ ആയിരുന്നു. അവസാനം അവർ മുസ്ലിങ്ങളുടെ ശ്രദ്ധ പതിയാത്ത ഒരു ഇടുങ്ങിയ സ്ഥലത്തെത്തി. ഇക്രിമ ബിൻ അബൂജഹൽ, നൗഫൽ ബിൻ അബ്ദുല്ല, സിറാർ ബിൻ ഖത്താബ്, ഹബീർ ബിൻ അബൂ വഹബ്, അമ്ര ബിൻ അബ്ദൂദ് തുടങ്ങിയവർ പ്രസ്തുത ഇടത്തിലൂടെ കിടങ്ങ് കടന്നെത്തുകയും ചെയ്തു. അമ്ര ബിൻ അബ്ദൂദ് അറബികൾക്കിടയിൽ 1000 പുരുഷന്മാർക്ക് സമമാണെന്ന് കരുതപ്പെട്ടിരുന്നു. ഇയാൾക്ക് ബദർ യുദ്ധത്തിൽ പരിക്കേറ്റിരുന്നു. ഈ പരിക്ക് കാരണം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതുവരെയും താൻ തലയിൽ എണ്ണ തേക്കുന്നതല്ല എന്ന് അയാൾ ശപഥം ചെയ്തിരുന്നു. അയാൾ അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: അല്ലയോ സ്വർഗം കാക്ഷിക്കുന്നവരെ. അതായത് കിടങ്ങ് മുറിച്ചു കടന്ന് അയാൾ അവിടെ നിന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ചു: അല്ലയോ സ്വർഗം കാക്ഷിക്കുന്നവരെ, വരുവിൻ, നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ നരകത്തിലേക്ക് അയക്കുവിൻ. ആരും അയാളെ നേരിടാൻ എഴുന്നേൽക്കാതായപ്പോൾ അലി എഴുന്നേൽക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ അദ്ദേഹത്തെ ഇരുത്തുകയുണ്ടായി. അലി മുന്നിലുള്ളത് അമ്ര ബിൻ അബ്ദൂദാണ്. എന്നാൽ അയാൾ രണ്ടാമതും മൂന്നാമതും വിളിച്ചു പറഞ്ഞപ്പോൾ ഹദ്റത്ത് അലി എഴുന്നേറ്റു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന് തന്റെ തലപ്പാവ് കെട്ടിക്കൊടുക്കുകയും തന്റെ വാൾ നൽകുകയും ചെയ്തു. അതിനുശേഷം ദുആ നൽകിക്കൊണ്ട് പറഞ്ഞയക്കുകയും ചെയ്തു. മുന്നോട്ട് കുതിച്ചുകൊണ്ട് അമ്രിനോട് പറഞ്ഞു: ഖുറൈശികളിൽ ആരെങ്കിലും നിന്നോട് 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ നീ അതിലൊരു കാര്യം തീർച്ചയായും സമ്മതിക്കുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അമ്രു പറഞ്ഞു: അതെ. ഹദ്റത്ത് അലി പറഞ്ഞു: എങ്കിൽ ഞാൻ നിന്നോട് ആദ്യത്തെ കാര്യം പറയട്ടെ, നീ മുസ്ലിം ആവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അംഗീകരിച്ചുകൊണ്ട് ദൈവികാനുഗ്രഹങ്ങളുടെ അവകാശിയാകൂ. അമ്രു പറഞ്ഞു: സാധ്യമല്ല. ഹദ്റത്ത് അലി പറഞ്ഞു: അതിന് പറ്റില്ലെങ്കിൽ വരൂ, ഞാനുമായി പൊരുതാൻ തയ്യാറാകും. അപ്പോൾ അമ്രു ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ആരെങ്കിലും എന്നോട് ഈ വാക്കുകൾ പറയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പിന്നെ അയാൾ അലിയോട് പേരും കുടുംബവും എല്ലാം ചോദിച്ചു. അതെല്ലാം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു: നിന്റെ പിതാവ് എന്റെ സുഹൃത്തായിരുന്നു, അതുകൊണ്ട് നീ പോയി വേറെ വലിയവരെ ആരെങ്കിലും പറഞ്ഞയക്കൂ. അയാൾ പറഞ്ഞു: അല്ലയോ സഹോദരപുത്ര, നീ ഇപ്പോൾ കുട്ടിയാണ്, ഞാൻ നിന്റെ രക്തം ചിന്താൻ ആഗ്രഹിക്കുന്നില്ല, നിന്റെ വലിയവരെ ആരെങ്കിലും പറഞ്ഞു വിടൂ. ഹദ്റത്ത് അലി പറഞ്ഞു: നീ എന്റെ രക്തം ചിന്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എനിക്ക് നിന്റെ രക്തം വീഴ്ത്തുന്നതിൽ ഒരു സങ്കോചവുമില്ല. അമ്ര തന്റെ കുതിരയിൽ നിന്ന് ചാടിയിറങ്ങി അതിന്റെ പൂഞ്ഞ മുറിച്ച് താഴെയിട്ടു. അതായത് കുതിരയെ കൊന്നു. താഴെ വന്ന് പൊരുതാൻ തയ്യാറായി.
പിന്നെ ഒരു തീജാല പോലെ ഉന്മാദിയായി അലിക്ക് നേരെ കുതിച്ചു. അയാൾ വളരെ ശക്തമായി അലിക്ക് നേരെ വാൾ ചുഴറ്റി. അത് അദ്ദേഹത്തിന്റെ പരിചയിലൂടെ കടന്ന് നെറ്റിയിൽ മുറിവുണ്ടാക്കി. അദ്ദേഹത്തിന് ഏറെക്കുറെ പരുക്ക് പറ്റി. പക്ഷെ ഹദ്രത്ത് അലി അതോടൊപ്പം തന്നെ അല്ലാഹു അക്ബർ എന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തിരിച്ച് ശക്തമായി ആക്രമിച്ചു. ശത്രുവിന് രക്ഷപ്പെടാൻ പോലും കഴിഞ്ഞില്ല. വാളുകൊണ്ട് അയാളുടെ തോളിൽ ശക്തമായി വെട്ടി അയാളെ താഴെയിട്ടു. അമ്ര പിടഞ്ഞു പിടഞ്ഞ് ജീവൻ വെടിഞ്ഞു. ചില നിവേദനങ്ങളിൽ 2 കാര്യങ്ങളിൽ എന്നതിന് പകരം 3 കാര്യങ്ങളിൽ ഒന്ന് അംഗീകരിക്കുമെന്നാണ് വന്നിട്ടുള്ളത്. ഹദ്രത്ത് അലി അയാളോട് പറഞ്ഞു, ഒന്ന് നീ തിരിച്ചു പോവുക. അയാൾ പറഞ്ഞു സാധ്യമല്ല. പിന്നെ പറഞ്ഞു നീ മുസ്ലിം ആവുക. മൂന്നാമത് പറഞ്ഞു അതുമല്ലെങ്കിൽ നീ പൊരുതാൻ തയ്യാറാവുക. അമ്ര കൊല്ലപ്പെട്ടപ്പോൾ അയാളുടെ മറ്റു കൂട്ടുകാർ ഭയചകിതരായി തങ്ങളുടെ കുതിരകളുമായി പിന്തിരിഞ്ഞോടി. ഹദ്രത്ത് സുബൈർ അവരെ പിന്തുടർന്നു. നൗഫൽ ബിൻ അബ്ദുള്ളയെ കൊല്ലുകയും ചെയ്തു. അതുപോലെ അവരിലുണ്ടായിരുന്ന മറ്റൊരാൾ ഹബീർ ബിൻ അബു വഹബ്, ഇത് അലിയുടെ സഹോദരിയായ ഉമ്മഹാനിയുടെ ഭർത്താവായിരുന്നു. അയാൾക്ക് മേൽ ശക്തമായി വാൾ ചുഴറ്റിയപ്പോൾ അയാളുടെ കുതിരയുടെ കഴുത്തല്ല് മുറിയുകയും ചെയ്തു. മറ്റൊരു നിവേദനം അനുസരിച്ച് അമ്ര കൊല്ലപ്പെട്ടതിന് ശേഷം ഹബീറയും സിറാർ ബിൻ ഖത്താബും ഹദ്രത്ത് അലിയെ ആക്രമിച്ചു. പക്ഷേ തിരിച്ചാക്രമിച്ചപ്പോൾ 2 പേരും ഓടിപ്പോയി. മാത്രമല്ല ഹബീറ തന്റെ പടച്ചട്ട് ഉപേക്ഷിച്ചാണ് ഓടിപ്പോയത്. വാസ്തവത്തിൽ ഹബീറ ഖുറൈശികളുടെ നല്ല കുതിരസവാരിക്കാരനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു നിവേദനം അനുസരിച്ച് ഹദ്രത്ത് ഉമറിന്റെ സഹോദരനായിരുന്ന ദിറാർ ബിൻ ഖത്താബ് പിന്തിരിഞ്ഞോടുമ്പോൾ ഉമർ അയാളെ പിന്തുടരുകയുണ്ടായി. ദിറാർ പെട്ടെന്ന് നിന്നു. ഹദ്രത്ത് ഉമറിന്റെ നേർക്ക് അമ്പെയ്യാൻ ഒരുങ്ങിയെങ്കിലും ആക്രമിച്ചില്ല. ഹദ്രത്ത് ഉമറിനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്റെ ഔദാര്യം നീ ഓർമ്മ വയ്ക്കണം. ഞാൻ നിന്നെ ആക്രമിച്ചിട്ടില്ല. എഴുതുന്നു, അദ്ദേഹം ഈ ഔദാര്യം ഓർമ്മ വെച്ചിട്ടുണ്ടാകാം. അള്ളാഹുവിന്റെ ഔദാര്യം അയാൾക്കുണ്ടായി. ഒരുപക്ഷെ ഹദ്രത്ത് ഉമർ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടാകാം. അവസാനം മക്ക വിജയ സമയത്ത് ദിറാർ ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ ഇസ്ലാമി യുദ്ധങ്ങളിൽ നല്ല ധീരത പ്രകടിപ്പിക്കുകയും ചെയ്തു. യമാമ യുദ്ധത്തിൽ ഷഹാദത്ത് വരിച്ചു. ചിലരുടെ വീക്ഷണത്തിൽ ഷഹാദത്ത് വരിക്കുകയല്ല ചെയ്തത്, മറിച്ച് നീണ്ടകാലം ജീവിച്ചതിനു ശേഷം മുസ്ലിമായി തന്നെ മരിക്കുകയാണ് ഉണ്ടായത്. അമ്ര ബിൻ അബ്ദൂദിന്റെ വധത്തിന് ശേഷം കാഫ്രീങ്ങൾ അയാളുടെ മൃതദേഹം 10,000 ദിർഹമിന് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് തിരുനബിയുടെ സവിധത്തിലേക്ക് സന്ദേശം അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതവരോട് കൊണ്ടുപോകാൻ പറയുക. ഞങ്ങൾ മൃതദേഹങ്ങളുടെ വില ഈടാക്കാറില്ല. ചില നിവേദനങ്ങൾ അനുസരിച്ച് നൗഫൽ ബിൻ അബ്ദുള്ള മറ്റൊരു സന്ദർഭത്തിലാണ് കൊല്ലപ്പെട്ടത്. അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഒരു ദിവസം അയാൾ തന്റെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. കിടങ്ങ് മറികടക്കാൻ ശ്രമിച്ചെങ്കിലും കുതിരയ്ക്ക് കിടങ്ങ് ചാടിക്കടക്കാൻ കഴിഞ്ഞില്ല. അത് സവാരിയോടുകൂടി കിടങ്ങിൽ വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെ അള്ളാഹു അയാളെ നശിപ്പിച്ചു. കിടങ്ങിൽ വീണത് കാരണം അയാളുടെ കഴുത്തൊടിഞ്ഞുപോയി. മുശ്രിക്കീങ്ങൾ അയാളുടെ മൃതദേഹം വാങ്ങാൻ തങ്ങളുടെ ഒരു സംഘത്തെ അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിന്റെ വില നൽകാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾക്ക് അതിന്റെ യാതൊരു പ്രതിഫലവും ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളെ അത് മറവടക്കുന്നതിൽ നിന്ന് തടയുന്നുമില്ല. ഹദ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു നൗഫലിന്റെ വധത്തെ സംബന്ധിച്ച് സംഭവം വിവരിച്ചുകൊണ്ട് എഴുതുന്നു, ശത്രുക്കൾ കിടങ്ങിൽ ആക്രമണം നടത്തുമ്പോൾ പലപ്പോഴും അത് ചാടിക്കടക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാഫ്രീങ്ങളിലെ ചില വലിയ ജനറൽമാർ കിടങ്ങ് ചാടിക്കടന്ന് മറുഭാഗത്തെത്തുന്നതിൽ വിജയിച്ചു. എന്നാൽ മുസ്ലിങ്ങൾ നടത്തിയ രൂക്ഷമായ ചെറുത്തുനിൽപ്പിൽ അവർക്ക് തിരിച്ചു പോവുകയല്ല നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് കിടങ്ങ് ചാടിക്കടന്നുകൊണ്ടിരുന്ന കാഫ്രീങ്ങളുടെ ഒരു വലിയ നേതാവ് നൗഫൽ കൊല്ലപ്പെട്ടു. ഇയാൾ വളരെ വലിയ നേതാവായിരുന്നു. അതുകൊണ്ട് അയാളുടെ മൃതദേഹത്തോട് അനാദരവുണ്ടാകുകയാണെങ്കിൽ തങ്ങൾക്ക് അറബികളുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുകയില്ലെന്ന് കാഫ്രീങ്ങൾ കരുതി. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ അയാളുടെ മൃതദേഹം തിരിച്ചു തരുന്നതിന് വേണ്ടി അപേക്ഷിച്ചു. അതിന് പകരമായി തങ്ങൾ 10,000 ദിർഹം നൽകാൻ തയ്യാറാണെന്നും അറിയിച്ചു. അവർ ഉഹുദ് യുദ്ധാവസരത്തിൽ മുസ്ലിം നേതാക്കന്മാരുടെ എന്തിനധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്റെ മൂക്കും കാതുമെല്ലാം ഛേദിച്ചിരുന്നു. അതേപോലെ ഇന്ന് മുസ്ലിങ്ങൾ തങ്ങളുടെ നേതാവിന്റെ മൂക്കും കാതുമെല്ലാം ഛേദിച്ചുകൊണ്ട് തങ്ങളുടെ ജനതയെ അപമാനിക്കുമെന്ന് അവർ കരുതി. എന്നാൽ ഇസ്ലാമിന്റെ കൽപ്പനകൾ തികച്ചും മറ്റൊന്നായിരുന്നു. ഇസ്ലാം മൃതദേഹങ്ങളെ അനാദരിക്കുന്നതിന് അനുമതി നൽകുന്നില്ല. അങ്ങനെ കാഫ്രീങ്ങളുടെ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൗജത്തിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ശവശരീരത്തെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഈ മൃതദേഹം ഞങ്ങൾക്ക് എന്തിനാണ്? ഞങ്ങൾ ഇതിന് പകരം നിങ്ങളിൽ നിന്ന്
ഒരു വിലയും ഈടാക്കുന്നില്ല. നിങ്ങൾ किस काम की है? വളരെ താല്പര്യത്തോടു കൂടി എടുത്തുകൊണ്ട് പോവുക. ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല. ഏതായാലും ഇതിന്റെ കുറെ കൂടി വിശദീകരണങ്ങൾ പിന്നീട് പറയുന്നതാണ് ഇൻഷാ അല്ലാ. ഈ ആഴ്ച ഇന്നു മുതൽ ലജ്നയുടെയും അൻസാറിന്റെയും ഇജ്തിമ ആരംഭിക്കുകയാണ്. ഖുദ്ദാമിനോട് പറഞ്ഞതുപോലെ लजना और अंसार के ഇവർ രണ്ടു കൂട്ടരോടും ലജ്നയോടും അൻസാറിനോടും ഈ ദിവസങ്ങളിൽ പ്രത്യേകമായും ദുആകളിലും സലാത്ത് ചൊല്ലുന്നതിലും സമയം കൊടുക്കാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വിനോദ പരിപാടികളിലും വർത്തമാനങ്ങളിലും സമയം കളയുന്നതിന് പകരം ഇജ്തിമായുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ശ്രമിക്കുക. അള്ളാഹു എല്ലാ നിലക്കും ഇത് അനുഗ്രഹീതമാക്കുമാറാകട്ടെ. गुजारें। अल्लाह ताला हर लिहाज से बरकत फरमाए। الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.